വഴിയും സത്യവും ജീവനുമായ യേശുവിൻ്റെ പിന്നാലെ ആര് ഇറങ്ങിത്തിരിച്ചോ അവരെ യേശു ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. കാരണം അവൻ ദൈവമാണ്, അവൻ ജീവിക്കുന്ന കർത്താവാണ്. അവൻ്റെ നാമത്തെ വിളിച്ചവർക്ക് ലജ്ജിക്കാൻ അവൻ സമ്മതിക്കത്തില്ല. അവൻ മാനിക്കുന്നവനാ, അവൻ ഉയർത്തുന്നവനാ, അഭിവൃദ്ധി തരുന്നവനാ, നന്മ തരുന്നവനാ, സമാധാനം തരുന്നവനാ, സന്തോഷം തരുന്നവനാ. തകർന്നു തരിപ്പണമായ നിന്റെ കുടുംബത്തെ അവൻ പുനരുദ്ധരിച്ചിരിക്കും. നിന്റെ അതിരുകളെ അവൻ വിസ്തൃതമാക്കിയിരിക്കും. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം 100 ഇരട്ടിയായിട്ട് മടക്കിത്തരുവാനായിട്ട് യേശുവിന് കഴിയും. അപ്പം നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ മറന്ന് ജീവിച്ചു, ശരിയായിരിക്കാം. പക്ഷേ നീ ദൈവത്തിലേക്ക് വരിക. അവർ ചെയ്ത പാപങ്ങൾക്ക് നീ മാപ്പ് ചോദിച്ചാൽ മതി. നിന്നിലൂടെ നിന്റെ തലമുറ, നിന്റെ കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബം മുഴുവനും രക്ഷ പ്രാപിക്കും. അപ്പോസ്തലപ്രവൃത്തി 16:31. നീയും നിന്റെ കുടുംബം മുഴുവനും, നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ! ഇത് വലിയ ഒരു വാഗ്ദത്തമാണ്. നിന്റെ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിച്ചിരിക്കും. നിന്റെ തലമുറ രക്ഷ പ്രാപിച്ചിരിക്കും. തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ! യേശുവിൽ ആര് വിശ്വസിക്കുന്നുവോ അവരെ യേശു കൈകളിൽ താങ്ങിയിരിക്കും. യേശുവിൻ്റെ കരങ്ങളിൽ അവരുടെ ജീവിതം സുരക്ഷിതമായിരിക്കും. ഹല്ലേലൂയ! യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് നീ വന്നു കഴിഞ്ഞാൽ ഒരു ശാപവും നിന്നെ വേട്ടയാടത്തില്ല. ഒരു തിന്മയുടെ ശക്തികളും സാത്താന്യ ശക്തികൾക്കും നിന്നെ തൊടുവാനായിട്ട് സാധിക്കത്തില്ല. യേശു നിന്നെ രക്തം കൊടുത്തു വിലയ്ക്ക് വാങ്ങിയതാ. യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണിത്. ഈ ലോകത്തിൽ ഒരു അന്ധകാരത്തിൻ്റെ ശക്തികൾക്കും നിന്നെ കീഴ്പ്പെടുത്താനോ നിന്നെ തകർക്കാനോ ഒരിക്കലും സാധ്യമല്ല. ഹല്ലേലൂയ! ഹല്ലേലൂയ! ഇവിടെ തലമുറകൾ വേട്ടയാടപ്പെടുന്ന കുടുംബങ്ങൾ, നശിച്ചു തീർന്ന കുടുംബങ്ങൾ, നിങ്ങൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ നാമത്തെ ഒന്ന് വിളിച്ചേ, യേശുവേ ദാവീദിൻ്റെ പുത്ര, എന്നോടും എൻ്റെ കുടുംബത്തോടും തലമുറയോടും കരുണയാകണമേ. ആ ഒറ്റ വിളി മതിയെന്നേ നിന്റെ കുടുംബത്തെ യേശു ഏറ്റെടുക്കും. ഹല്ലേലൂയ! യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. കാരണം യേശുവിൻ്റെ നാമത്തിൽ സകല അനുഗ്രഹങ്ങളും നന്മകളും പിതാവായ ദൈവം മാനവരാശിക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുക. എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എല്ലാം തരുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം തരും. നാളെയെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട. നിങ്ങൾക്ക് എന്തു വേണമെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. തരുമെന്നേ. നിങ്ങളുടെ പിതാവ് നല്ലവനാ, നിങ്ങളുടെ പിതാവ് കാരുണ്യവാനാ, നിങ്ങളുടെ പിതാവ് വിശ്വസ്തതയുള്ളവനാ, നിങ്ങളുടെ പിതാവ് വാഗ്ദത്തങ്ങളിൽ ഒരിക്കലും മാറ്റമില്ലാത്തവനാ. ആ പിതാവ് യേശു ക്രിസ്തു വഴി നിനക്ക് വേണ്ടതൊക്കെയും സമർത്ഥമായിട്ട് നൽകും. ഫിലിപ്പി 4:19. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം നൽകും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം നൽകും. ഹല്ലേലൂയ! ലൂക്കാ സുവിശേഷത്തിൽ 18-ാമത്തെ അധ്യായം 7-8 വചനങ്ങൾ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? ഹല്ലേലൂയ! രാവും പകലും കർത്താവിനെ വിളിച്ച് കരയുന്ന ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ, അവർക്ക് ദൈവം നീതി നടത്തി കൊടുത്തിരിക്കും. ദൈവം നീതിമാനാണ്.
നീ ദൈവത്തിൻ്റെ മകനാ, നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാ. മാമോദീസായിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തിക്കൊടുക്കും. തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവമകളുടെ സ്ഥാനത്ത് നീ ഉയർത്തപ്പെട്ട് കഴിഞ്ഞു. നീ നിലവിളിച്ച് കരയുമ്പോൾ, രാത്രിയുടെ യാമങ്ങളിൽ നിലവിളിക്കുമ്പോൾ, പകലിൽ നീ കർത്താവിനെ വിളിച്ച് കരയുമ്പോൾ നിന്റെ കരച്ചിൽ, കണ്ണുനീര് കർത്താവ് കാണുന്നുണ്ട്. നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണീട്ടുണ്ട്. നിന്റെ കണ്ണുനീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിനക്ക് ഞാൻ നീതി നടത്തിത്തരും. നിന്നെ ദ്രോഹിച്ചവരുണ്ട്, നിന്നെ പീഡിപ്പിച്ചവരുണ്ട്, ഒറ്റിക്കൊടുത്തവരുണ്ട്, നിന്നെ തകർത്തവരുണ്ട്. നീ നിലവിളിച്ച് കരയുമ്പോൾ നിനക്ക് ഞാൻ നീതി നടത്തിത്തരും. ഇത് ദൈവത്തിൻ്റെ വാക്കാ. അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? ഇല്ല. ദൈവം കാലവിളംബം വരുത്തുന്നില്ല. തക്ക സമയത്ത് കർത്താവ് മറുപടി തരുന്നവരാണ്. അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും. നീ രാവും പകലും കരഞ്ഞോ, രാവും പകലും നീ കരഞ്ഞോ, നിന്റെ കണ്ണിലൂടെ ഒഴുകുന്ന കണ്ണുനീര്, അതിന് ദൈവം നീതി നടത്തി തരും. അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു നീ. കർത്താവേ, എന്നെ ദ്രോഹിച്ചവരുണ്ട്, പീഡിപ്പിച്ചവരുണ്ട്, വഞ്ചിച്ചവരുണ്ട്, എന്നെ തകർത്തവരുണ്ട്, പിന്നിൽ നിന്ന് കുത്തിയവരുണ്ട്. കർത്താവേ, എനിക്ക് നീ നീതി നടത്തി തരണം. ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് നീതി ഉറപ്പായിട്ട് കർത്താവ് തരും. കാലവിളംബം അവൻ വരുത്തുകയില്ല. നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അവർക്ക് വേഗം നീതി നടത്തിക്കൊടുക്കും. ഞാൻ നിങ്ങളോട് പറയുന്നത് യേശു പറഞ്ഞ വാക്കാ. അവർക്ക് വേഗം വേഗം നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. നിനക്ക് നീതി നടത്തി തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് നീ വിളിച്ചപേക്ഷിക്കുന്നത്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി നീതി നടത്തി തരാൻ അവൻ കാത്തിരിക്കുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഒരു ചോദ്യമാ. അത് കർത്താവിൻ്റെ രണ്ടാം വരവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒത്തിരിയേറെ വിശ്വാസമൊക്കെ ക്ഷയിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ലോകം കടന്നു പോകുന്നത്. ലോകത്തിൻ്റെ ആധിപത്യം, തിന്മയുടെ ആധിപത്യം വളർന്നുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രം വളരുന്നു, സയൻസ് വളരുന്നു. അങ്ങനെ ലോകം വിരൽത്തുമ്പിലായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ മറന്നുകൊണ്ട് മനുഷ്യൻ ജീവിക്കുകയാണ്. ഈ ലോകമാണെല്ലാം, അതിനപ്പുറം ഒന്നുമില്ല എന്ന് കരുതുന്ന വിഡ്ഢിയായിട്ട് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ വിരൽ ഒന്ന് ചലിക്കണമെങ്കിൽ, നിന്റെ നാവൊന്ന് ചലിക്കണമെങ്കിൽ ദൈവം അനുവദിച്ചേ മതിയാവത്തുള്ളൂ. മനുഷ്യപുത്രൻ വരും, ഉറപ്പാണ്. രണ്ടാം വരവ് വാനമേഘങ്ങളിൽ അവൻ വരും. മാറാനാത്ത കർത്താവേ, വേഗം വരണമേ. അവൻ വരും, ഉറപ്പാണ്. വരുമ്പോൾ ഈ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഒരു ചോദ്യമാണ്. ദൈവം നമുക്ക് നൽകിയ വിശ്വാസത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കണം. നമ്മുടെ വിശ്വാസത്തെ പിടിച്ചു കുലുക്കുന്ന ജീവിത അനുഭവങ്ങൾ, ജീവിത സാഹചര്യങ്ങളുണ്ടാവും. ഒരുപക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെ ആയിരിക്കാം നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്. ഇന്ന് എത്ര പേരുണ്ട് വിശ്വാസത്തിന് സാക്ഷ്യം കൊടുക്കാനായിട്ട് നിൽക്കുന്നവർ? ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കാണാൻ ഇടയായി, നമുക്ക് സങ്കടം തോന്നുന്നൊരു വാർത്തയാണ്. മൊസാംബിക് എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ആർച്ച് ബിഷപ്പിനെ വെടിവെച്ചു കൊന്നു. ക്രിസ്ത്യൻ വിരോധികൾ വെടിവെച്ചു കൊല്ലുകയാണ്. അത് വാർത്ത വായിച്ചപ്പോഴും ആ പിതാവിൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി. അദ്ദേഹം താമസത്ത് കയറിയാണ് വെടിവെച്ചു കൊല്ലുന്നത്. അദ്ദേഹം ശക്തമായിട്ട് വിശ്വാസത്തിനു വേണ്ടി നിലപാടെടുത്ത വ്യക്തിയാണെന്നാണ് പത്രത്തിൽ എഴുതിയിരിക്കുന്നത്.
അത് വിശ്വാസത്തിനു വേണ്ടി നിലപാടെടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. ഓരോ ക്രിസ്ത്യാനിയും അങ്ങനെ മാറണം. വിശ്വാസത്തിനു വേണ്ടി, തൻ്റെ വിശ്വാസത്തിനു വേണ്ടി ശക്തമായ നിലപാടെടുക്കണം. നമ്മൾ എവിടെയാണെങ്കിലും, നമ്മുടെ ജോലിസ്ഥലത്ത് അല്ലേ, നമ്മളായിരിക്കുന്ന മേഖലകളിൽ നമ്മുടെ വിശ്വാസത്തിനു വേണ്ടി വ്യക്തമായ നിലപാട് എടുക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ വെള്ളം ചേർക്കരുത്, മായം ചേർക്കരുത്. ആര് വിശ്വാസത്തിനു വേണ്ടി നിലപാടുകൾ ഉറപ്പിച്ചെടുക്കുന്നുവോ അവരുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആ പ്രസൻസ്, ആ കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ വിശ്വാസത്തിൽ ഉറപ്പുള്ളവർക്കും നിലപാടുകൾ ഉള്ളവർക്കുമാണ്. മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈ ഭൂമിയിൽ വിശ്വാസം ഉണ്ടാകുമോ, കണ്ടെത്തുമോ? ഈ ചോദ്യത്തിന് നമ്മൾക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കണം. ഈ ലോകം ഏത് വഴിക്ക് എങ്ങനെ പോയാലും, ശാസ്ത്രം എത്ര വളർന്നാലും എൻ്റെ ദൈവത്തെ പരാജയപ്പെടുത്താൻ ആർക്കും പറ്റില്ലല്ലോ. എൻ്റെ ദൈവം എന്തു തീരുമാനിക്കുന്നുവോ അതേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. നക്ഷത്രങ്ങൾ കീഴടക്കാൻ പോയ, അല്ലേ, ചന്ദ്രനിൽ പോയ, അല്ലെ ചൊവ്വായി പോകുന്ന എത്രയോ റോക്കറ്റുകൾ അങ്ങെത്താതെ കത്തിച്ചാമ്പലായിട്ട് പോകുന്നു. മനുഷ്യൻ ഒന്ന് തീരുമാനിച്ചാലും അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെതത്രേ. വചനം പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, പക്ഷേ അന്തിമമായ തീരുമാനം കർത്താവിൻ്റേത് മാത്രമാണ്. സുഭാഷിതങ്ങൾ 16-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളാണ്. മനുഷ്യന് ഒത്തിരിയേറെ പദ്ധതികൾ ജീവിതത്തിൽ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അവസാന തീരുമാനം കർത്താവിൻ്റേതാണ്. ഒരുവന് തൻ്റെ നടപടികൾ അന്യൂനമെന്ന് തോന്നുന്നു, കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു. നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിൻ്റെ പദ്ധതികൾ ഫലമണിയും. കർത്താവ് ഓരോന്നിനെയും നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു. അനർത്ഥ ദിനത്തിനു വേണ്ടി അവിടുന്ന് ദുഷ്ടരെയും സൃഷ്ടിച്ചു. അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്, അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കില്ല. തീർച്ച ആത്മാർത്ഥയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരം. ദൈവഭയം തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നു. ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ്. ചന്ദ്രനിലേക്ക് റോക്കറ്റ് വിടുന്നു, അത് ചന്ദ്രനിൽ എത്തണോ എന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. നമ്മളൊരു യാത്ര പോവുക, നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വേളാങ്കണ്ണിക്ക് മാതാവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. വേളാങ്കണ്ണിയിലെത്തി മാതാവിനെ കാണാനും പ്രാർത്ഥിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അത് നമ്മുടെ യാത്രയിൽ നമ്മളെ നയിക്കുന്നത്, സഹായിക്കുന്നത്, സംരക്ഷിക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. നമ്മളൊരു പദ്ധതി ആസൂത്രണം ചെയ്തു, ജോലിയാകാം, ബിസിനസ്സാകാം, എന്തോ ആകട്ടെ, അത് ലക്ഷ്യത്തിലെത്തുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അത് മനുഷ്യൻ്റെ പ്രയത്നങ്ങൾക്കപ്പുറം ദൈവത്തിൻ്റെ പദ്ധതികളാണ് നടക്കത്തുള്ളൂ. ദൈവം എന്തു തീരുമാനിക്കുന്നുവോ അതേ നടക്കത്തുള്ളൂ, അതിനപ്പുറം ഒന്നും നടക്കില്ല. നിൻ്റെ പദ്ധതികളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക, കർത്താവ് എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് നടത്തിത്തരും. അതുകൊണ്ട് ദൈവ നിഷേധത്തിൻ്റെ വഴികളൊക്കെ ഒന്ന് വിട്ടുപേക്ഷിക്കുക. ഞാൻ നീതിമാനാണ്, മറ്റുള്ളവരെല്ലാം മോശമാണെന്ന് ചിന്തിക്കുന്ന ചില ആത്മീയ മനുഷ്യരുണ്ട്. ഞാനാണ് എല്ലാം. ഉള്ളിൽ ഈഗോ നിറഞ്ഞവർ, അഹങ്കാരം നിറഞ്ഞവർ, ആത്മീയ അസൂയ നിറഞ്ഞവർ, മറ്റുള്ളവരെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാൻ പറ്റാത്ത വ്യക്തികളൊക്കെ ധാരാളമായിട്ടുണ്ട്. ഒരു പുനർവിചിന്തനത്തിൻ്റെ സമയമായിരിക്കുകയാണ്. നമ്മളൊക്കെ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആഴത്തിൽ നമ്മളെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? ഇപ്പം നമ്മൾ വചനത്തിൽ കണ്ടില്ലേ, അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്. ആത്മീയ അഹങ്കാരം, ആത്മീയ അസൂയ, സമ്പത്തിൻ്റെ അഹങ്കാരം, അങ്ങനെ പല വിധത്തിലെ അഹങ്കാരം ഉറപ്പാണ് ചിതറിക്കപ്പെടും. അഹങ്കാരികളുടെ തലമുറ ചിതറിക്കപ്പെടും തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. അഹങ്കാരികളെ, അഹങ്കാരം വിട്ട് എളിമപ്പെടുക, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക,
താഴ്മയുള്ളവരായിട്ട് മാറുക. അപ്പോൾ ദൈവം നിന്നോട് നിന്റെ തലമുറയോടും കരുണ കാണിക്കും. നീ കരുണയുള്ളവനായിട്ട് മാറണം. നമ്മുടെ പിതാക്കന്മാർ നമ്മളും കരുണയുള്ളവരാണെങ്കിൽ ദൈവത്തിൻ്റെ കരുണയും അനുഗ്രഹവും നമ്മളിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. കരുണ ഇല്ലാത്തവരുടെ മേൽ കരുണയില്ലാത്ത വിധി തന്നെ ഉണ്ടാകുമെന്ന് ഓർത്തുകൊള്ളുക. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങളോർത്ത് പശ്ചാത്തപിക്കാം. ദൈവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മളെല്ലാവരും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.